ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാബൂനരിയിൽ നല്ല പഴുത്ത പഴം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് അരക്കപ്പ് സാബൂനരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം കുതിരാനായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി അരമണിക്കൂർ കുതിർത്തെടുത്ത് സാബൂനരി കുതിരാൻ വെച്ച വെള്ളത്തോടുക്കെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് ഈ സാബൂനരി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ശർക്കര നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കുക. ശർക്കര മുഴുവനായിട്ടും അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ തീ ഓഫാക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിൻ്റെ ചെറിയ ജാറൊക്കെ ഒരു നല്ല പഴുത്ത പഴം കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 2 പഴം 3 പഴമൊക്കെ എടുക്കാം. പഴത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 പഴം വരെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. പഴം അടിച്ച് വന്നപ്പോഴേക്ക് സാബൂനരി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇല്ലേ, അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അടിച്ചു വെച്ച പഴം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇളക്കി കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള പഴവും സാബൂനരി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇത് ചൂടോടെയും തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.